കൂടി ഈ വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ തന്നെ സാധിക്കാത്ത അവസ്ഥയാണ്. റൈറ്റ്. ഡോക്ടർ പി കെ രവീന്ദ്രനുണ്ട് കൊച്ചിയിൽ. ഡോക്ടർ പി കെ രവീന്ദ്രൻ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലുള്ള അപാകം ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, ഒപ്പം പഠന നിലവാരം ഉയർത്തുന്നത് സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റികൾ വിവിധ റിപ്പോർട്ടുകൾ കൊടുത്തത് അത് നടപ്പാക്കുന്നതിൽ ഉണ്ടായ കാലതാമസമോ അല്ലെങ്കിൽ അത് നടപ്പാക്കാതിരിക്കലോ ഒക്കെ തടസ്സങ്ങളായുണ്ട് അധ്യാപകരുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ. പക്ഷേ പുതിയ കാലത്ത് വിജ്ഞാനം വിരൽത്തുമ്പിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരു കാലത്ത് അവരെ നയിക്കാൻ പാകത്തിലേക്ക് വളരുന്നതിൽ അധ്യാപക സമൂഹം എത്രത്തോളം ശ്രദ്ധാലുക്കളാണ്? വളരെ എളുപ്പം പറഞ്ഞു തീർക്കാവുന്ന ഒന്നല്ല ഈ പ്രശ്നങ്ങളൊക്കെ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള കാഴ്ചപ്പാടിൻ്റെ പോരായ്മയുണ്ടാകാം. അത്യാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നിടത്ത് ഭരണ സംവിധാനം കാണിച്ചിട്ടുള്ള പോരായ്മകളുണ്ടാവാം. ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നൊരു കാര്യമാണ്. കുറച്ചു കാലമായിട്ട് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക് സ്ട്രീമിൽ വരുന്നതിലേക്ക് ഏറ്റവും പ്രഗത്ഭരായ ആളുകളെ യാതൊരു കാരണവശാലും സർവകലാശാലകളിലോ കോളേജുകളിലോ അധ്യാപകരായി കിട്ടുന്നില്ല എന്നൊരു സത്യമുണ്ട്. പ്രൊഫഷണൽ കോളേജുകളോട് തോന്നിയ ഒരു അമിത ആവേശമുണ്ടല്ലോ, അത് കോളേജുകളിൽ വരുന്ന +2 കഴിഞ്ഞ ലെവലിൽ അടക്കം വരുന്ന ക്രീം ഓഫ് ദി അക്കാഡമിക് സ്ട്രീം, അതിനെ മുഴുവൻ അവിടെ നിന്ന് വലിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് അവിടെ ഒന്നും വേണ്ടാത്ത ആളുകളാണ് ഒരു പരിധിവരെ കോളേജുകളും യൂണിവേഴ്സിറ്റികളും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ നിൽക്കുന്നൊരു കോളേജ് എന്ന ലെവലിലേക്ക് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അതിൻ്റെ പഠനം പോകുന്നുള്ളൂ. അല്ലാതെ അവിടെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ ആരും താല്പര്യം കാണിക്കുന്നില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ ശാസ്ത്ര ഗവേഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ടിൻ്റെ മേജർ ഷെയർ പോകുന്നത് നാഷണൽ ലബോറട്ടറീസിന് പോകും, അത് കഴിഞ്ഞാൽ IITകൾക്ക് പോകും, അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് പോകും. നക്കാപ്പിച്ച കാശ് മാത്രമാണ് മറ്റ് സർവകലാശാലകൾക്ക് കിട്ടുക. പിന്നെ എവിടെ നിന്നാണ് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക? ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് UGC സ്കീം അനുസരിച്ച് പറഞ്ഞു വെച്ചത് ചെയ്തില്ല അധ്യാപകർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആദ്യമേ നോക്കേണ്ടത് ആ രീതിക്ക് പ്രവർത്തിക്കാനുള്ള എൻവയൺമെൻറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോയെന്നാണ്. ആ എൻവയൺമെൻറ്റ് ഇല്ലാതെ ചെയ്തില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ എൻവയൺമെൻറ്റ് ഉണ്ടായിട്ടും ഉള്ള എൻവയൺമെൻറ്റ് പൂർണ്ണമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപകരുടെ ഭാഗത്ത് ആ രീതിക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ സ്കീം ഉണ്ടായിട്ടുണ്ട്, ആ സ്കീം നടപ്പിലാക്കുന്നിടത്ത് കാണിച്ച പാളിച്ച. നമ്മുടെ രക്ഷാകർത്താക്കളുടെ മൊത്തം സമൂഹത്തിൻ്റെ ആവശ്യം എന്താണ്? കുട്ടി എന്തെങ്കിലും പഠിച്ചോ എന്നുള്ളതല്ല പ്രശ്നം. ഓരോ പരീക്ഷ കഴിയുമ്പോഴും പരീക്ഷയുടെ റിസൾട്ടിനെ കുറിച്ച് കൺസേൺഡ് ആവുന്നത് മുഴുവൻ പേരെയും പാസ്സാക്കുന്ന രീതിക്ക് ഒരു പരീക്ഷ നടത്തിയെടുക്കുക, അതിൽ മാത്രമാണ് മൊത്തം സമൂഹം, രക്ഷാകർത്തൃ സമൂഹം ഇന്ന് താല്പര്യം കാണിക്കുന്നത്. ആ രീതിക്ക് വരുമ്പോൾ ഈ പരീക്ഷ നടത്തി ഡിഗ്രി കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്ന തോന്നൽ സർവകലാശാലയുടെ ഭരണ സംവിധാനത്തിന്, സർവകലാശാലയുമായി ബന്ധപ്പെട്ട വൈസ് ചാൻസലറോ താഴെയുള്ള എല്ലാ സംവിധാനത്തിനും ഇല്ലാതെ പോവുകയാണ്. പിന്നെ ആർക്കാണ് അക്കാഡമിക് താല്പര്യങ്ങൾക്ക് വരിക? സ്റ്റാഫിൻ്റെ സെലക്ഷൻ, അതിലും വരുന്ന അപാകങ്ങൾ ധാരാളമില്ലേ? നേരത്തെ ഒരു സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നപ്പോൾ നെറ്റ് തുടങ്ങിയിട്ട് കൊല്ലവത്രയായി. ഇപ്പോൾ വേണമെങ്കിൽ ആ രീതിക്കൊന്ന് അസസ് ചെയ്യണം. കുറച്ച് വർഷങ്ങളായിട്ട് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഉള്ള കുട്ടികളെ മാത്രമാണ് അധ്യാപകരായിട്ട് തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നത്. ആ രീതിക്ക് തിരഞ്ഞെടുത്തു വന്ന അധ്യാപകരുടെ ഭാഗത്തു നിന്ന് പോലും ഈ മെച്ചപ്പെട്ട അക്കാഡമിക് നിലവാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ സെലക്ഷനിൽ എന്തോ അപാകതയുണ്ടായിരുന്നു, പോരായ്മയുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് വരേണ്ടേ. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വേണം എന്തുകൊണ്ടാണ് മൊത്തം അക്കാഡമിക് നിലവാരം മോശമാകുന്നത് എന്ന് കണക്കാക്കാനായിട്ട്. റൈറ്റ്. ശ്രീ അഷ്റഫ്, മികച്ചൊരു മനുഷ്യ വിഭവശേഷി സൃഷ്ടിക്കുന്നതിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഒരു ഭാഗത്ത് സർക്കാർ പരാജയപ്പെടുന്നു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട പരിമിതികളുള്ള ഒരു മനുഷ്യ വിഭവശേഷിയാണ് അധ്യാപന രംഗത്തേക്ക് കൂടി എത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അധ്യാപന രംഗത്ത് മാത്രം പാളിച്ച, അല്ലെങ്കിൽ അധ്യാപന രംഗത്ത് മാത്രം നിലവാര തകർച്ച ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കുന്നതിലെ ഔചിത്യക്കുറവ് അത് രാഷ്ട്രപതിയുടെ പരാമർശത്തിൽ തന്നെ കാണാൻ സാധിക്കില്ല? തീർച്ചയായും. കാരണം ഇപ്പോൾ തന്നെ ഞാൻ ഭയപ്പെടുന്ന ഈ ചർച്ച പോകുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗുണമേന്മ ഇല്ലായ്മയുടെ പ്രധാന കാരണം അധ്യാപകർ മാത്രമാണ് എന്ന രൂപത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയല്ല വാസ്തവത്തിൽ. ഒരു ക്വാളിറ്റി കൾച്ചർ, അതാണ് സർവകലാശാലകളിലും കോളേജുകളിലും ഇല്ലാത്തത്. ഈ ക്വാളിറ്റി കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന അധ്യാപകരെന്ന് പറയുന്നത്.
തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു ഒരു ക്വാളിറ്റി അസസ്മെൻറ്റ് നടത്തുമ്പോൾ ഒരു ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് മോഡലിലേക്ക് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഇൻപുട്ട് ഫാക്ടറാണ് അധ്യാപകരുടെ സെലക്ഷനും വിദ്യാർത്ഥികളുടെ സെലക്ഷനും. അധ്യാപകരുടെ സെലക്ഷനിൽ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചു, അധ്യാപകരുടെ സെലക്ഷനിൽ സർവകലാശാലകളിൽ എങ്ങനെയാണ് അധ്യാപക നിയമനം നടക്കുന്നത് എന്നുള്ളത് കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം. തീർച്ചയായിട്ടും പച്ചയായ രാഷ്ട്രീയ സ്വാധീനം, ഭരിക്കുന്ന ഓരോ സിൻഡിക്കേറ്റിൻ്റെയും താല്പര്യം അനുസരിച്ചിട്ടുള്ള അധ്യാപക നിയമനം നടക്കുന്ന സർവകലാശാലകൾ അത്തരത്തിലുള്ള അധ്യാപകരെ മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിലും ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഒരു ധാരണയുണ്ട്, നേരത്തെ സൂചിപ്പിച്ചല്ലോ, എഞ്ചിനീയറിംഗ്, മെഡിസിൻ തുടങ്ങിയ ചില പ്രൊഫഷനിലേക്ക് മാത്രം അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന സമൂഹം. അതല്ലെന്നും ഓരോ വിദ്യാർത്ഥിക്കും അവളുടേതായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നും അതിന് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് വിളിക്കാം. ആ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് പോകണമെന്ന്. അങ്ങനെ പോകുമ്പോഴാണ് മീഡിയയിൽ ഏറ്റവും മികച്ച ആളുകൾ എത്തുന്നത്, മീഡിയയിൽ ആപ്റ്റിറ്റ്യൂഡുള്ള ആളുകൾ വരുമ്പോൾ. അതേപോലെ തന്നെയാണ് അധ്യാപനത്തിലും. കോളേജ് അധ്യാപക രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവിടെ വരേണ്ടത്, അതിനുള്ള ആപ്റ്റിറ്റ്യൂഡുള്ള ആളുകളാണ് അവിടെ വരേണ്ടത്. അങ്ങനെ വരാനുള്ളൊരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ വരുന്ന ആളുകൾക്ക് തന്നെ സുഗമമായി പ്രവർത്തിച്ചു പോകാൻ പറ്റിയ ഒരു അന്തരീക്ഷം അത് നിലവിൽ നമ്മുടെ സർവകലാശാലകളിലും അന്തരീക്ഷം ഇല്ല എന്നുള്ളതും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഇവിടെയൊന്നും UGC ഇൻസിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് കൊണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ കഴിഞ്ഞ പേ സ്കെയിലിൽ API സ്കോർ വന്നു. അധ്യാപകരുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് സ്കോർ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അസിസ്റ്റൻറ്റ് ഗ്രേഡിലേക്കോ അല്ലെങ്കിൽ ഗ്രേഡ് പേ കൂടാനോ വേണ്ടിയിട്ട് ഈ സ്കോർ കൺവീറ്റ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് കൊണ്ട് മാത്രമൊന്നും ക്വാളിറ്റി എൻഹാൻസ് ചെയ്യപ്പെടില്ല. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ അധ്യാപകരുടെ പഞ്ചിങ് സിസ്റ്റം നടപ്പിലാക്കിയിരിക്കുന്നു. ആര് പറഞ്ഞു 9 മണിക്കും 4 മണിക്കും പഞ്ച് ചെയ്തതുകൊണ്ട് കോളേജിൻ്റെ ഗുണനിലവാരം ഉയരുമോ? കോളേജിൻ്റെ ഗുണനിലവാരം ഉയരണമെങ്കിൽ അധ്യാപകരുടെ ഡിവോഷൻ ഉണ്ടാവണമെങ്കിൽ അധ്യാപകർക്ക് ആ ഒരു ഫീൽ ഉണ്ടാവേണ്ടതുണ്ട്. ആ ഫീൽ എന്ന് പറയുന്നത് ഇതിനോടൊരു പാഷൻ ഉണ്ടാകുന്ന അധ്യാപകർക്കാണ് ഉണ്ടാകുക. അധ്യാപനത്തെ അങ്ങനെ കാണുന്ന ആളുകൾ അവർ സമയബന്ധിതമായിട്ട് പണിയെടുക്കുന്ന ആളുകളൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അധ്യാപനം എന്ന് പറയുന്നത് അവർ ചെയ്യുന്നൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്, അതൊരു തൊഴിലല്ല അവർക്ക്. അതിലേക്ക് അവർ ഡിവോട്ട് ചെയ്തതാണ്. UGC നെറ്റ് എക്സാമിനേഷൻ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, എന്തുകൊണ്ട് പ്രൊഫസേഴ്സിന് കൂടുതൽ സാലറി കൊടുക്കണമെന്നുള്ളത്. അതിലെ കറക്റ്റ് ഓപ്ഷൻ ദേ ഡിവോട്ട് ദംസെൽസ് ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് പറഞ്ഞത്. അവരെ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു സമർപ്പണം പുതിയ കാലഘട്ടത്തിലെ അധ്യാപകരിൽ കാണുന്നില്ല എന്നതാണ് പൊതുസമൂഹം ഇങ്ങനെ വിലയിരുത്തുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. ഡോക്ടർ P.K. രവീന്ദ്രൻ, സ്വകാര്യ സംരംഭങ്ങൾ വന്നതിന് ശേഷം പ്രത്യേകിച്ച് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ നിലവാര തകർച്ചയെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ അധ്യാപകരെ സ്ഥലം മാറ്റി അധ്യാപകരുണ്ട് എന്ന് വരുത്തി തീർത്ത് MBBS അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് അംഗീകാരം വാങ്ങുന്ന ഒരു സമ്പ്രദായം ഇവിടെ നിലനിൽക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇല്ലാത്ത അധ്യാപകരെ കാണിച്ച് കോഴ്സ് നടത്തുകയും അങ്ങനെ പുറത്തിറങ്ങുന്ന കുട്ടികൾ വീണ്ടും അധ്യാപകരായി വരുന്നൊരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ എവിടെയാണ് നമുക്ക് നിലവാരം ഉറപ്പിക്കാൻ സാധിക്കുക? നിങ്ങൾ പറഞ്ഞതിനകത്ത് തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. അതിപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ മാത്രം കാര്യമല്ലല്ലോ. ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുന്നതിനാവശ്യമായ അല്ലെങ്കിൽ അവിടെ ഗവേഷണം ചെയ്യുന്നവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നതിനാവശ്യമായ കുറേ അധികം പോസ്റ്റുകൾ വേണം. അത് പ്രൊഫസർ ലെവലിലാവട്ടെ, അസോസിയേറ്റ് പ്രൊഫസർ ലെവലിലാവട്ടെ, താഴെയുള്ളതാവട്ടെ. അതിലേക്ക് ആളുകൾ നിയമിക്കാതെ ഉണ്ട് എന്ന് ഒരു കള്ളപ്പേരുണ്ടാക്കിയിട്ട്, അതാണല്ലോ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മഞ്ചേരിക്ക് മാറ്റി കൊണ്ടു നിർത്തി 4 ആഴ്ച കഴിയുമ്പോൾ തിരിച്ച് തിരുവനന്തപുരത്തേക്കാക്കി. തിരുവനന്തപുരത്തും ഇയാളുടെ സേവനം കിട്ടില്ല, മഞ്ചേരിയിലും കിട്ടില്ല. അങ്ങനെ മഞ്ചേരിയിൽ എങ്ങനെയെങ്കിലും കുറേ സീറ്റ് മേടിച്ചെടുക്കുക, അതിനു വേണ്ടി ഈ കള്ളക്കളി കാണിക്കുന്ന ഏർപ്പാട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലെ പല ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കൂ. എത്രയോ വർഷങ്ങളായിട്ട് ഈ പണി മുഴുവൻ ചെയ്യുന്ന മേജർ ഷെയർ ഓഫ് ദ ടീച്ചിങ് വർക്ക്, ആ വാക്ക് പറയാമെങ്കിൽ, ചെയ്യുന്ന ഗസ്റ്റ് ലെക്ചറേഴ്സാണ്, സ്ഥിരമായ ഫാക്കൽറ്റി അല്ല. നാളെ ഒരു റെഗുലർ ഹാൻഡ് വരുമ്പോൾ പിരിഞ്ഞു പോകേണ്ട മനസ്സുമായി നിൽക്കുന്ന ഒരു ടീച്ചറിൽ നിന്ന്, സ്ഥിരതയില്ലാതെ വർക്ക് ചെയ്യുന്നൊരു ടീച്ചറിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് നാളത്തെ തലമുറയെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റുക? ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കുക, പകുതിയിലേറെ ഗസ്റ്റ് ലെക്ചറേഴ്സ് വർക്ക് ചെയ്യുന്നതാണ് മിക്കവാറും യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ. കോളേജുകളുടെ സ്ഥിതി ഇത് തന്നെയാണ്. അപ്പോൾ ആവശ്യത്തിന് ആളുകളെ കണ്ടെത്താതെ, അവിടെയാണ് കണ്ടെത്തുന്ന ആളുകൾ അതിന് യോഗ്യതയുള്ളവരാണോ അഭിരുചിയുള്ളവരാണോ എന്നുള്ള ചോദ്യം രണ്ടാമത് വരുന്നത്. ഇത് അഭിരുചിയുള്ളവരെ കണ്ടെത്തുന്നിടത്താണോ വേറെ തർക്കങ്ങൾ നടക്കുന്നത്, അവിടെ രാഷ്ട്രീയവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. പകുതിയിലേറെ പോസ്റ്റുകൾ ഫില്ല് ചെയ്യില്ല. എന്നിട്ട് നമ്മൾ കുട്ടികളുടെ അഡ്മിഷനിൽ യാതൊരു കുറവും വരുത്തില്ല. ഇവരെ നോക്കാൻ, പഠിപ്പിക്കാൻ, ഗൈഡ് ചെയ്യാൻ ആളില്ലാതായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിലവാരം ഉണ്ടാവുക?
അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത് മെഡിക്കൽ കോളേജുകൾ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ. അതിനർത്ഥം സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലോ അത്തരത്തിലുള്ള സ്വാശ്രയ കോളേജുകളിലോ ഒക്കെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ട് എന്നല്ല. അവിടുത്തെ സ്ഥിതി പരിശോധിക്കാൻ ആരുമില്ലല്ലോ. സ്വകാര്യ സ്ഥാപനങ്ങളെന്ന് താങ്കൾ പറഞ്ഞത് എനിക്ക് തോന്നുന്നു സ്വാശ്രയ കോളേജുകളെ ബന്ധപ്പെട്ടിട്ടാണ്. അവിടുത്തെ സ്റ്റാഫിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നതേ ഇല്ലല്ലോ. പരിശോധിക്കാൻ ആരാണ്, ചോദിക്കാൻ ആരാണ്? ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാവുമ്പോൾ കഥ നമ്മൾ അറിയുന്നുണ്ട്. അതുതന്നെയാണ് യൂണിവേഴ്സിറ്റികളുടെ അവസ്ഥ, അതുതന്നെയാണ് നല്ല പങ്ക് കോളേജുകളുടെ അവസ്ഥ. സമയത്ത് ആളുകളെ നിയമിക്കില്ല. ഒരു ഗസ്റ്റ് ലെക്ചറിൽ വെച്ച് മണിക്കൂർ കണക്കിന് വേതനം വാങ്ങിച്ച് പണിയെടുക്കുന്ന ഒരു അധ്യാപികയിൽ നിന്ന് അല്ലെങ്കിൽ അധ്യാപകനിൽ നിന്ന് എന്ത് കമ്മിറ്റ്മെൻറ്റാണ് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷിക്കാൻ പറ്റുക? ഈ ചോദ്യത്തിന് ഉത്തരം കാണാതെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും കഥ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഡോക്ടർ രവീന്ദ്രൻ, അവിടെ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളെക്കുറിച്ചും സ്വാശ്രയ കോളേജുകളെക്കുറിച്ചും തന്നെയാണ് ഞാൻ സ്വകാര്യ എന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത്. ഈ സംവിധാനം ഇത്തരത്തിലാണ് നടക്കുന്നത്. ഗസ്റ്റ് ലെക്ചറർമാരാണ് ഭൂരിഭാഗം ഉള്ളത്. അധ്യാപകരെ സ്ഥലം മാറ്റി രേഖകളിൽ അധ്യാപകരുണ്ട് എന്ന് കാണിച്ച് അംഗീകാരം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. സ്വകാര്യ അല്ലെങ്കിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ ഇല്ലാത്ത അധ്യാപകരെ കണക്കിൽ കാണിച്ച് അംഗീകാരം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാവർക്കും ഏറെക്കുറെ അറിയാവുന്ന സംഗതികളായി നിന്നിട്ടും എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് ഗൗരവത്തിലുള്ള ചർച്ചകൾ, അത് പരിഹരിക്കാനുള്ള ഗൗരവത്തിലുള്ള ശ്രമങ്ങൾ നമ്മുടെ സംവിധാനങ്ങളിൽ ഉണ്ടാകാതെ പോകുന്നത്? അത് അഭിമുഖീകരിക്കാതെ പോകുന്നുണ്ടോ നമ്മുടെ നേതൃത്വങ്ങൾ? ഈ പറഞ്ഞത് സ്വാശ്രയ കോളേജുകൾക്ക് മാത്രം